ഫോൺ പേയും ഗൂഗിൾ പേയും പേടിഎമ്മും ഒക്കെ തുറന്നാൽ തുടർച്ചയായി ബാലൻസ് നോക്കുന്നത് ചിലരുടെ വീക്ക്നെസ്സാണ്. ഒരു ദിവസം എത്ര തവണ ബാലൻസ് നോക്കും? ഇപ്പോൾ കണക്കില്ല എങ്കിലും ഇനി കണക്ക് പറയേണ്ടി വരും. UPI ഇടപാടുകളിൽ നിർണായക മാറ്റങ്ങളാണ് ഈ മാസം ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. കടയിൽ പോയി 5 രൂപയുടെ സാധനം വാങ്ങിയാലും തിരിച്ചിറങ്ങി ബാലൻസ് ചെക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ ശീലമുള്ളവർ ഇനി സൂക്ഷിക്കണം. അക്കൗണ്ട് ബാലൻസ് നോക്കുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റം വരും. ഇനിയൊരു ദിവസം 50 തവണ മാത്രമേ UPI ആപ്പുകളിൽ ബാലൻസ് നോക്കാൻ സാധിക്കൂ. ഓരോ ആപ്പിലൂടെയും 50 തവണ ബാലൻസ് നോക്കാമെന്നതാണ് ആശ്വാസം. ദിവസവും 25 തവണ മാത്രമേ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കാനാവൂ. UPI ഇടപാടുകളുടെ സുരക്ഷയും വേഗവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആപ്പുകൾ വഴി ഓട്ടോമാറ്റിക്കായി ചെയ്യാവുന്ന സേവനങ്ങളിലും മാറ്റങ്ങളുണ്ട്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9:30 വരെയും ഇത്തരം ഓട്ടോപേ ഇടപാടുകൾ നടത്താനാകില്ല. പീക്ക് അവേഴ്സിലെ തിരക്കൊഴിവാക്കുകയാണ് ലക്ഷ്യം. ഓരോ ഇടപാടിന് ശേഷവും ബാലൻസ് സംബന്ധിച്ച വിവരം ബാങ്ക് ഉപയോക്താവിനെ സന്ദേശത്തിലൂടെ അറിയിക്കണമെന്നും NPCI നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിൽ 600 കോടി UPI ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് കണക്കുകൾ. ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം UPI സേവനങ്ങൾ വൈകിപ്പിക്കുന്നതായി പരാതികൾ വന്നിരുന്നു. ബാങ്ക് ബാലൻസ് തുടർച്ചയായി പരിശോധിക്കുന്നതും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിക്കുന്നതും ആഗോളതലത്തിൽ തന്നെ UPI ഇടപാടുകൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇതുകൂടി പരിഹരിക്കാനാണ് പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, ജനം.